RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന കോങ്കോൾ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിലെ അർജന്റീന ചിലി മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ ഒരു ഗോളിനെ ചിലിയെ പരാജയപ്പെടുത്തിയിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ അർജന്റീന നിൽക്കുകയാണ്. നെഹാനോ, എന്താണ് കളിയെ കുറിച്ച് പറയാനുള്ളത്? ഒരു മിനിറ്റ്. പനിയൊക്കെ ആയി, എക്സാം ഒക്കെയാണ്, പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ബ്രസീലിന്റെ വീഡിയോ ചെയ്ത്, അപ്പോൾ അർജന്റീന ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എല്ലാം വന്നിരിക്കുകയാണ്. അർജന്റീനന്റെ വീഡിയോ ചെയ്യുന്ന പറഞ്ഞപ്പോ ഞാനില്ല, ഞാൻ വരാം, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒരാഴ്ചയായിട്ട് ഇപ്പൊ എക്സാം, അതിന്റെ ഇടയിൽ പനിയൊക്കെ ആയിട്ട് ആള് റെസ്റ്റിലായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് മെനക്കെട്ടി അർജന്റീന ചെയ്യുന്നത് പറഞ്ഞപ്പോ ഒന്നാണ്. എന്താണ് ജയിച്ചപ്പോ ഉള്ള ആഹ്ലാദമായിരിക്കില്ല നിങ്ങളുടെ? അപ്പൊ ഒരു ഗോളിന് ഇന്നലെ കഷ്ടിച്ച് ജയിച്ചു എന്ന് പറയാം അല്ലെ? കഷ്ടിച്ച് ജയിച്ചെന്ന് പറയാൻ പറ്റില്ല, കാരണം മെസ്സി ഇല്ലാത്ത കാരണം, സ്റ്റാർട്ടിംഗ് ലെവലിൽ മെസ്സി ഇല്ലാത്ത കാരണമാണ് കഷ്ടിച്ച് ജയിച്ചിട്ടുള്ളത്. മെസ്സി ഇല്ലാത്തത് സ്റ്റാർട്ടിംഗ് 60 മിനിറ്റ് ശേഷം മെസ്സി ഇറങ്ങി, അതാണ് ജയിക്കാനുള്ള കാരണം. അതിന് മുമ്പ് ഗോൾ അടിച്ചിട്ടുണ്ടല്ലോ, ഒരു ഗോളിന് മുന്നിലാണ് നിന്നത്. ഗോൾ അടിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാല് ഇന്നലത്തെ സ്റ്റാർട്ടിംഗ് ലെവലില് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് സ്കലോണി ആശാന് ഗ്രൗണ്ടിൽ ഇറക്കിയത്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇനി ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ മെസ്സി ചിലപ്പോൾ 2026 വേൾഡ് കപ്പ് കൂട്ടിട്ട് മെസ്സി ചിലപ്പോ വിട പറയായിരിക്കും അർജന്റീന ജേഴ്സിയിൽ നിന്ന്. അപ്പോ നമുക്ക് ഇനി പുതിയ ടൂർണമെന്റുകൾ വരുന്നുണ്ട്, കോപ്പ അമേരിക്ക വരുന്നുണ്ട്, അടുത്ത വേൾഡ് കപ്പ്. അതിലോട്ട് പുതിയ ഒരു അർജന്റീനനെ വെയിറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ആശാൻ ഇപ്പൊ തന്നെ പണി തുടങ്ങിയാലാണ്. പെട്ടെന്നൊരു ഗ്യാപ്പിൽ മെസ്സി വിട്ടു പോകുമ്പോൾ ആ സമയത്ത് പോയിട്ട് ആൾക്കാർ തപ്പിയെടുക്കാറില്ല. അപ്പൊ അതിനുള്ള പ്രയത്നത്തിലാണ്. അപ്പൊ ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഹാഫില് അൽമോഡയുടെ അസിസ്റ്റില് ജൂലിയൻ അൽവാരസിലൂടെ ഫസ്റ്റ് ഒരു ഗോൾ നേടി, അടിപൊളി ഒരു സുന്ദരമായ ഗോൾ നേടി. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചു. സെക്കൻഡ് ഹാഫിൽ തീർത്തും ഒരു ഏകപക്ഷമായിട്ട് ചിലി ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അർജന്റീന ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അർജന്റീന എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്, അതേപോലെ സെക്കൻഡ് ഹാഫിൽ ഡിഫെൻസീവ് ആയിട്ട് തന്നെയാണ് ഇന്നലെ കളി ഉണ്ടായിരുന്നത്. അതൊരു ചിലപ്പോൾ അങ്ങനെ ഒരു ഇതായിരിക്കും, തീരുമാനം എടുത്തത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് വലിയ മെസ്സി വരെ ഇറങ്ങിയിട്ട് വരെ വലിയ ട്രൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ബോൾ കിട്ടുന്നത് മാത്രം എടുത്ത് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാത്തതിൽ ഒരു ഗോളില് തൂങ്ങി രക്ഷിക്കുക. പക്ഷെ ഇത് ആത്മഹത്യപരമാണ്. ഒരു ഗോളിൽ തൂങ്ങി നിൽക്കും. യോഗ്യത കിട്ടിയതാണ് അവർക്ക് ഓൾറെഡി. പക്ഷെ എന്നാലും ഇനിയുള്ള ഫ്യൂച്ചർ ഇപ്പോൾ ശരിക്കും വേൾഡ് കപ്പ് മത്സരങ്ങൾ, അതേപോലെ ഇപ്പോൾ ഇനി ഫൈനലിസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ യോഗ്യത മത്സരങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഈ ഒരു ഗോളിൽ തൂങ്ങി നിൽക്കാന്ന് പറഞ്ഞാല് ഇവർക്ക് പരുക്ക് ഒക്കെ ഒരു വിഷയമായിരിക്കും. പരുക്ക് പറ്റും, പക്ഷെ അതൊക്കെ ഫുട്ബോൾ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ ഒരു ഗോൾ തൂങ്ങുന്നത് ഏത് സമയത്ത് ഒരു ഗോൾ തിരിച്ചടിച്ച് സമനിലയാവും. സമനിലയായി ഈ ഇന്നലെ 3 പോയിന്റ്, വിലപ്പെട്ട 3 പോയിന്റ് കിട്ടി. ചിലി ആണെങ്കിൽ യോഗ്യത ഇനി കിട്ടുമെന്ന് വരെ പറയാൻ പറ്റില്ല. ഏറ്റവും അവസാനം ചിലി ഒക്കെ കിടക്കുന്നത്. അപ്പൊ ചിലിയുടെ ഫോം വിദാലും സാഞ്ചസ് ഒക്കെ ഉണ്ട്. കളി തുടങ്ങിയിട്ടൊരു 8 മിനിറ്റായി തോന്നുന്നു. അലക്സിസ് സാഞ്ചസ് ഒരു സുന്ദരമായ ഒരു ഫ്രീ ആയിട്ട് എമി മാർട്ടിനസ് മാത്രം ഫണ്ടിൽ നിന്നിട്ട് നല്ലൊരു ചാൻസ് കിട്ടി. ഈ ചെങ്ങായി അപ്പുറത്ത് സ്ട്രൈക്കർ ഒരു വിങ്ങർ ഉണ്ടായിരുന്നു, ആൾക്ക് ബോൾ ഇട്ട് തന്നെ അടിപൊളി അസിസ്റ്റ് ആയിരുന്നു. പക്ഷെ ആൾ ഇട്ട് കൊടുത്തില്ല, ഡയറക്റ്റ് അടിച്ചു. ആ അടിന്റെ അലക്സിസ് സാഞ്ചസിന്റെ അടിന്റെ പവറൊക്കെ പോയിക്കുന്നു. എന്താ പറഞ്ഞാൽ ബാഴ്സയിലും അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്ന സമയത്തുള്ള പവർ എന്നല്ല, എന്തായാലും പ്രായമായി അലക്സ്. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ ആ ഒരു ഫസ്റ്റ് തന്നെ ചാൻസ് ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെയും ചിലിക്ക് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ചാൻസ് ഉണ്ട്. എമി മാർട്ടിനസിന്റെ സേവുകളും അതേപോലെ തന്നെ ഫിനിഷിംഗ് ഇല്ലായ്മയും കാരണം മാത്രമേ ചിലിക്ക് ഗോളാകുന്നത്. എന്തായാലും വിലപ്പെട്ട 3 പോയിന്റ് ആശാന്റെ പോക്കറ്റിലാക്കി. ഇന്നലെ മെസ്സി 60 മിനിറ്റ് ശേഷം ഇറങ്ങിയത്, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നത്. അതിനു മുമ്പ് ഒരു ചെറിയൊരു പുതിയൊരു ടീമിനെ തന്നെയാണ് അത്യാവശ്യം ഒന്ന് ബിൽഡ് ആക്കാൻ നോക്കിയത്. ഒരു പ്രോഗ്രസ് നോക്കാനായിട്ടാണ് പുതിയ ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒക്കെ അറ്റാക്കിങ്ങിലൊക്കെ പുതിയതായിട്ട് ട്രൈ ചെയ്തു. അതെന്തായാലും വിജയം കണ്ടു. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് തന്നെ അർജന്റീന കളിച്ചു. ഇനിയിപ്പോ യോഗ്യത എന്തായാലും കിട്ടിയില്ലേ, അപ്പൊ അതിന്റെ കോൺഫിഡന്റ് ആയിരിക്കും. എന്നിട്ട് ഇനി എന്താ കളി വെച്ചിട്ട് അപ്പൊ പുതിയ ആൾക്കാരെ വെച്ച് പുതിയ പക്ഷെ ഒന്നാം സ്ഥാനം കളയാതെ തന്നെ ഫൈനൽ ഇതിൽ പോകണം, വേൾഡ് കപ്പിൽ പോകണം. ഒന്നാം സ്ഥാനം കളയാതെ തന്നെ വേൾഡ് കപ്പിൽ പോകണം. അത് ഒരു മെയിൻ വിഷയമല്ലേ? ഡിറ്റർമൈൻഡ് ഡെഫിഷ്യൻസി ഓർ എഫിഷ്യൻസി അങ്ങനെ പറയണം. അർജന്റീനക്ക് ഇപ്പൊ എഫിഷ്യൻസി ആണ് ഉള്ളത്. കാരണം അർജന്റീന നോക്കി മുകളിൽ 3 പോയിന്റ് വെച്ചിട്ടാണ് കയറുന്നത്. പക്ഷെ അർജന്റീന എങ്ങനെ കളിക്കണമെങ്കിൽ ഒരു 1-0 തൂങ്ങി നിൽക്കണമെങ്കിൽ തിരിച്ചു പഠിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇവർക്ക്. അതാണ് സേഫ് ആയിട്ട് കളിക്കണ്ട. ഒരു 2-0 തൂങ്ങി നിൽക്കുന്നത് ഓക്കെയാണ്. 2 ഗോളിലൊക്കെ ജയിക്കുകയാണെങ്കിൽ പിന്നെ പറയാം. പക്ഷെ ഇന്നലെ കണ്ടില്ല, ഇന്നലെ നമ്മള് നാഷണൽ കപ്പിന്റെ ഫൈനലില്, സെമി ഫൈനലില് ഇന്നലെ 5-1 ലീഡ് ഉണ്ടായിട്ട് 5-4 കളി അവസാനിച്ചത് സ്പെയിനിൽ. അതൊക്കെയാണ് കളി വരുന്ന കളിയിൽ വരാൻ പറ്റും. പക്ഷെ അർജന്റീന ഡിഫൻസ് പറഞ്ഞാല് ഡിഫൻസിന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സ്കലോണി ഡിഫൻസിനെ ഒന്ന് ഒരുക്കുകയാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇന്നലെ ആ ഒരു ഡിഫൻസീവ് മൈൻഡിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ കളിച്ചിട്ട് ഡിഫൻസിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു സമനിലേക്ക് പിന്നെ തിരിച്ചടിക്കാരെന്നുള്ള മെന്റാലിറ്റിയിലായിരിക്കും വിചാരിക്കും. പക്ഷെ അതൊന്നും ചിലപ്പോൾ ഫുട്ബോളിൽ ഈ 90 മിനിറ്റിൽ പ്രവർത്തിക്കാന്ന് വരില്ല. അപ്പൊ ഇനി എന്താണ് നിങ്ങളുടെ പുതിയ പ്ലാനുകൾ അർജന്റീനയുടെ? അർജന്റീനക്ക് യോഗ്യതയൊക്കെ കിട്ടിയ ഏകദേശം. അപ്പൊ നിങ്ങളുടെ പുതിയ പ്ലാനുകൾ എന്തൊക്കെയാണ്?
അർജന്റീന എന്തായാലും ടോപ്പ് 4 വേൾഡ് കപ്പിൽ ഉണ്ടാവും. 2026 വേൾഡ് കപ്പില് സെമിഫൈനലിൽ ഉണ്ടാവും. ഏകദേശം ഉറപ്പിക്കാം. പുതിയ ടീംസ് നല്ല കട്ടിക്ക് വരുന്നുണ്ട്, പക്ഷെ അർജന്റീന ഉണ്ടാവും. സെറ്റ് ആയിട്ട് എന്തായാലും ടോപ്പ് 4 സെമിഫൈനൽ ഒരു ടീമായിട്ട് ഉണ്ടാവും. ഇൻഷാല്ലാ ഉണ്ടാവും ട്ടാ. പിന്നെ പറയാനുള്ളത് മിഡ്ഫീൽഡേഴ്സ്. ഇപ്പോ പുതിയ പിള്ളേരുടെ മിഡ്ഫീൽഡിൽ ഇറക്കിയിട്ടുണ്ട്. നിക്കോസ് പാസും പിന്നെ ഫ്രാങ്കോ ഇത് രണ്ടുപേരും ഇറക്കി പുതിയൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചതാണ്. ഫ്രാങ്കോ പിന്നെ റയൽ മാഡ്രിഡിന്റെ റേഡാറിൽ നിന്ന് കറങ്ങുന്നുണ്ട്. സൈൻ ചെയ്യാൻ അപ്പോ ആളിന് സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇന്നലെ കുറെ സസ്പെൻഷൻ ഉണ്ടായിരുന്നു, യെല്ലോ കാർഡ് കിട്ടിയത്. അതുകൊണ്ടാണ് കൊളോണി ഒരു പുതിയ ലെവൽ. എന്താ പറയുക, നമ്മുടെ മൈക്ക അലിസ്റ്റർ ഉണ്ടായിരുന്നില്ല, അതേപോലെ അൻസോ ഫെർണാണ്ടസ്, പാരഡൈസ്, ലെസിൽസി, അങ്ങനെ കുറെ പേര് ഇല്ലാതെയാണ് ഇന്നലെ ഒട്ടമെന്റിക്ക് പകരം ഡിഫൻഡില് പുതിയൊരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചങ്ങായും അടിപൊളിയായിട്ട് ഇന്നലെ ഡിഫൻഡർ റൊമാരോയൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്നലെ അർജന്റീന കളി ഒക്കെ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഗോളിന് ജയിച്ചു, വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കി. ഇനി അടുത്ത യോഗ്യത മത്സരം വരുന്നുണ്ട്, അതിൽ കാണാം. അപ്പൊ നമുക്ക് ഇതിട്ട് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒരു സ്റ്റാർട്ടിംഗ് 11 എന്തായിരുന്നു അതിനെ കുറിച്ച് നമുക്ക് പരിശോധിച്ചാലോ? ഓക്കെ, അർജന്റീന സ്റ്റാർട്ടിംഗ് ലെവലിൽ കിടക്കണമെങ്കിൽ സ്ട്രൈക്കർ ആയിട്ട് ജൂലിയൻ ആൽവാരസ് ഉണ്ടായിരുന്നു. പിന്നെ അറ്റാക്കിങ്ങിലായിട്ടുള്ളത് തിയാഗോ അൽമഡ, നിക്കോസ് പാസ്, സിമിയോണെ ഉണ്ടായിരുന്നു. പിന്നെ ഡീപോളും പലാസ്കോസ് ഇവർ രണ്ടുപേരും മിഡ്ഫീൽഡിലായിരുന്നു. ഡിഫൻസിൽ കിടക്കുകയാണെങ്കിൽ ടാഗ്ലിഫിക്കോ, ബലർഡി, ക്രിസ്റ്റ്യാനോ റൊമേറോ ക്യാപ്റ്റനായിട്ട്, പിന്നെ മൊളീഞ്ഞ, എമിലിയാനോ മാർട്ടിനസ്. ഇന്നലെ ആ പുതിയ ഡിഫൻസിൽ വന്ന ബലാർഡി ചങ്ങായാണ് ഡിഫൻസിൽ നിന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുപ്പക്കാരനാണ്. അതേപോലെ തന്നെ നിക്കോ പാസ്, ഇങ്ങനെ കുറച്ച് പുതിയ താരങ്ങളിൽ ഇറക്കിയിട്ടാണ് അർജന്റീന കളിച്ചത്. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടന്നല്ലോ. സ്റ്റാറ്റസിൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ കളിയുടെ സ്റ്റാറ്റസിലേക്ക് കടന്നാൽ ഇന്നലെ 10 ഷോട്ടുകളാണ് ടാർഗറ്റ് അർജന്റീന എടുത്തതിൽ 4 ഓൺ ടാർഗറ്റിലേക്ക് ആയിരുന്നു. ചിലി 7 ഷോട്ടുകൾ എടുത്തപ്പോൾ 3 മാത്രമാണ് ടാർഗറ്റിലേക്ക് ആയത്. പൊസിഷൻ നോക്കുകയാണെങ്കിൽ 31% മാത്രമാണ് ചിലി ഉണ്ടായിരുന്നത്. അതേപോലെ 67% അർജന്റീന ഉണ്ടായിരുന്നു. പാസസ് 364 പാസസ് ചിലി കംപ്ലീറ്റ് ചെയ്തപ്പോൾ 744 പാസുകൾ അർജന്റീന കംപ്ലീറ്റ് ചെയ്തു. പാസിംഗ് അക്യുറസി 80% ആയിരുന്നു. അർജന്റീന ആകുമ്പോൾ 90% ആയിരുന്നു. അതേപോലെ യെല്ലോ കാർഡ് 4ഉം 2ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് ചിലിക്ക് 1 കോർണർ മാത്രമേ വിൻ ചെയ്യാൻ പറ്റുള്ളൂ, അർജന്റീനയ്ക്ക് 4 കോർണേഴ്സ് വിൻ ചെയ്യാൻ പറ്റി. അപ്പോ കളി ഏകദേശം കഴിഞ്ഞു, ശുഭകരമായിട്ട് 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ വീഡിയോസ് ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. ഫുട്ബോൾ ഫാമിലിയുടെ 1000 ഈദ് മുബാറക് ആശംസകൾ.